ഐക്യതയുടെ ബലം, ദ പവർ ഓഫ് യൂണിറ്റി. പരിശുദ്ധാത്മാവ് എവിടെ പ്രവർത്തിക്കണോ അവിടെ സ്നേഹവും ഐക്യതയും വേണം. രണ്ട് നദികളാണ്. ഒന്ന് സ്നേഹത്തിൻ്റെ നദി ഒഴുകണം, ഐക്യത്തിൻ്റെ നദി ഒഴുകണം. സ്നേഹമാകുന്ന നദി ഒഴുകിയാൽ സ്വർഗത്തിൻ്റെ മേളിൽ നിന്ന് ഇങ്ങനെ ഉറവ പോലെ മേളിലോട്ട് വന്നാൽ അത് സ്നേഹവും ഐക്യതയും തരുന്നത് ദൈവസ്നേഹമാണ്. അല്ലാത്ത ഏത് സ്നേഹത്തിലും ജഡം പൊങ്ങുന്നുണ്ട്. ഏത് സ്നേഹവും ക്രിസ്തുവിലല്ല എങ്കിൽ സ്വാർത്ഥതയാണ്. അത് വിവാഹത്തിൽ എൻ്റർ ചെയ്യുമ്പം ജഡീക സ്നേഹം കൊണ്ടാണ് സ്ത്രീയും പുരുഷനും ആദ്യമേ യോജിക്കുന്നത്. അവരുടെ പുറമേ കാണുന്ന സ്വഭാവങ്ങളും പലതും, അവരുടെ ജോലിയെ, അവരുടെ കഴിവ്, ഇതൊക്കെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടാണ് പലപ്പോഴും നമ്മുടെ കുടുംബങ്ങൾ തമ്മിൽ ചേരും. അത് കുടുംബപരമായിട്ട്. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നിർബന്ധമാണ് നിലനിൽക്കുന്നതായ ബന്ധങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ വിശുദ്ധ സ്നേഹം കൊണ്ട് നിറയണം. അത് ദൈവം ഉണ്ടാക്കിയ ഒരു സ്ഥാപനമാണ് കുടുംബം. അപ്പോൾ ആ ഐക്യത നഷ്ടപ്പെടുത്താൻ ഒരിക്കലും ഇടയാക്കരുത്. കർത്താവിൻ്റെ യൂണിറ്റി. അപ്പം യൂണിറ്റി ആൻഡ് ലവ് ദേ ഷുഡ് ഗോ ടു. അതുപോലെ വചനവും പരിശുദ്ധാത്മാവും ഒരുപോലെ പോകണം, എന്നാലേ അവിടെ പ്രവർത്തനം നടക്കത്തുള്ളൂ. അതുപോലെ തന്നെ ഏതൊരു നല്ല കാര്യം ഭവനത്തിലോ സമൂഹത്തിലോ നടക്കണമെങ്കിൽ ആളുകൾ ഒന്നിച്ച് ചേരണം. ഒരാൾ തന്നെ വിചാരിച്ചാൽ നടക്കത്തില്ല. ഈവൻ ഡിക്റ്റേറ്റേഴ്സ് പോലും ഒരാൾ നിന്നയുടെ കൂടെ ഒരു 10 പേര് കൂടെ നിന്ന് ഒരേ ചിന്തയിൽ വരുമ്പോഴാണ് വലിയ കാര്യങ്ങൾ ദുഷ്ടനാവൻ ചെയ്യുന്നത് എങ്കിലും ചെയ്യുന്നത്. പക്ഷേ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ഐക്യതയുടെ ആത്മാവ് പരിശുദ്ധാത്മാവാണ് ഇട്ട് തരേണ്ടത്. ആ പരിശുദ്ധാത്മാവിൻ്റെ ഐക്യത ഒരു ഭവനത്തിൽ ഉണ്ടെങ്കിൽ, ഒരു സമൂഹത്തിലുണ്ടെങ്കിൽ ദിനം പ്രതി ദൈവത്തിൻ്റെ സാക്ഷ്യം പറയാനിടയാകും. കർത്താവ് അത് ചെയ്തു. നമ്മൾ ഓരോ ഞായറാഴ്ച പോയിട്ട് അടുത്ത ഞായറാഴ്ചയ്ക്കകം എന്തെല്ലാം നന്മകൾ ദൈവം ചെയ്യുന്നെന്ന് ഐക്യത്തിൻ്റെ ആത്മാവുണ്ടെങ്കിൽ പറയാൻ സാധിക്കും. പക്ഷെ ഐക്യതയില്ലെങ്കിൽ നമ്മൾ ഞായറാഴ്ച കണ്ടു, പിന്നെ അടുത്ത ഞായറാഴ്ച വരെ ഒന്നും നടക്കുന്നില്ല. പിന്നെ ഞായറാഴ്ച പോകും, അവിടെ പോയി നമ്മൾ യേശുവിനെക്കുറിച്ച് ദൈവത്തെക്കുറിച്ച് കുറച്ച് കേൾക്കും, അല്ലെങ്കിൽ കുർബാന അനുഭവിക്കും, തിരിച്ചു വരും, വീണ്ടും പഴയ പോലെ. അതൊരു പ്രവാചകന് പറഞ്ഞതുപോലെ, ഏതൊരു വെള്ളപ്പട്ടിയുണ്ട് കറുത്ത പട്ടിയുണ്ട്. വെള്ളപ്പട്ടിക്ക് ഞായറാഴ്ച ഭക്ഷണം കൊടുക്കും, ബാക്കി എല്ലാ ദിവസവും കറുത്ത പട്ടിക്ക് ഭക്ഷണം കൊടുക്കും. പിന്നെ അടുത്ത ഞായറാഴ്ച ആകുമ്പം ഈ വെള്ളപ്പട്ടിക്ക് ജീവനില്ല, പിന്നെയും പട്ടി. അതൊരു ക്രൂഡ് വേ ഓഫ് തിങ്കിങ് ആണെങ്കിലും കറക്റ്റാണിത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആ സാന്നിധ്യത്തിലേക്ക് കടന്നു വരണമെങ്കിൽ വചനം കൊണ്ട് നിറയ്ക്കാതെ എങ്ങനെ പുഷ്ടി പിടിക്കുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഈ ഐക്യതയുടെ ആത്മാവ് വരാനാണ് ദൈവം ഏറ്റവും ആഗ്രഹിച്ചത്. ഈ ഐക്യത എന്ന് പറഞ്ഞൊരു കാര്യം ഇല്ല. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ എത്രയോ ലിമിറ്റഡായി യേശു പറഞ്ഞത്, 2 അതിൽ കൂടുതൽ പേർ, 2 പേരും മതി ഐക്യത. ഈ 2 പേരുടെ ഐക്യത ഭവനത്തിലില്ല. ഭാര്യ ഭർത്താക്കന്മാർ, അപ്പനിലും മക്കളിൽ ഇല്ല. അത് മാറിപ്പോയിരിക്കുന്നു. എന്നെ ഒന്ന് തൊട്ട് നോക്കുക, അന്നേരം അറിയാം. അതാണ് നമ്മുടെ എല്ലാ ആറ്റിറ്റ്യൂഡ്. അത് മാറണമെങ്കിൽ പരിശുദ്ധാത്മാവ്. ഇതിന് സ്വയമായിട്ട് നമ്മളെ തന്നെ മരിപ്പിക്കുക. ഞങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ മാസത്തിൽ 3 ദിവസം ജഡം മരിപ്പിക്കാൻ വേണ്ടി മാത്രം ഉപവാസം എടുക്കും. വേറൊന്നും അന്നേരം എടുക്കുമല്ലോ, ജഡം മരിക്കണം. ബാക്കി വിഷയങ്ങൾ സെക്കൻഡറി. നമ്മളിലുള്ള ജഡം, ദൈവത്തിനെതിരായിട്ട് നിൽക്കുന്ന ജഡീക ശക്തികൾ ഒരിക്കലും ഒരൊറ്റ നാമ്പ് പോലും കിളുക്കരുത്. കിളുത്താൽ തന്നെ വേരോട് പറിച്ച് കളയണം. വളരെ നിർബന്ധമാണ്. അപ്പോൾ ഐക്യത്തിൻ്റെ ശക്തിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയുന്ന യേശുക്രിസ്തു എല്ലാം ചന്ത ഉചിതമായിട്ട് ചെയ്തെന്ന് ഒരു വാക്യത്തിൽ പറയുന്നുണ്ട്. അതായത് ഹി ഡിഡ് എവറിത്തിങ് ഇൻ എ പെർഫെക്റ്റ് വേ. ദൈവത്തിന് എല്ലാം നല്ലതായിട്ട് ചെയ്യാൻ അറിയാവുന്ന ദൈവമാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. ഹി ഡിഡ് എവറിത്തിങ് നൈസ്ലി. ചന്തവും ഉചിതവും ആയിട്ട് ചെയ്തു. അവൻ സകലതും നന്നായി ചെയ്തു. മർക്കോസിൻ്റെ സുവിശേഷം 7:37 അങ്ങനെ എഴുതിയിരിക്കുന്നത്. ഞാൻ എടുക്കുന്നത് ഇന്ന് മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ 2:1-11 വാക്യമാണ്. പക്ഷപാതക്കാരനായ മനുഷ്യനെ ദൈവത്തിൻ്റെ സന്നിധിയിൽ കൊണ്ടുവരുന്നു. അതിൽ ആ ഭാഗം ഒന്ന് വായിക്കാം. യൂണിറ്റിക്ക് വേണ്ടിയുള്ളതാണിത്. ചില ദിവസം കഴിഞ്ഞ ശേഷം അവൻ പിന്നെയും കഫർന്നഹൂമിലെത്തി. കഫർന്നഹൂം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആശ്വാസ ഗ്രാമം എന്നാണ് അതിൻ്റെ പേര്. വില്ലേജ് ഓഫ് പീസ്ഫുൾ റെസ്റ്റ്. കർത്താവ് എവിടെയുണ്ട് അവിടെ ആശ്വാസം ഉണ്ടെന്ന്, അവിടെ സമാധാനമുണ്ട്. അവൻ വീട്ടിലുണ്ടെന്ന് ശ്രുതിയായി. ഉടനെ വാതിൽക്കൽ പോലും ഇടവില്ലാത്തവണ്ണം പലരും വന്നുകൂടി. അവൻ അവരോട് തിരുവചനം പ്രസ്താവിച്ചു. അപ്പോൾ 4 ആൾ ഒരു പക്ഷപാതക്കാരന് ചുവന്ന് അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. പുരുഷാര നിമിത്തം അവനോട് സമീപിച്ച് കൂടായികയാൽ അവൻ ഇരുന്ന സ്ഥലത്തിൻ്റെ മേൽപ്പൂര പൊളിച്ചു തുറന്നു
പക്ഷപാതക്കാരനെ കിടക്കയോടെ ഇറക്കി വെച്ചു. യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷപാതക്കാരനോട്, മകനെ, നിൻ്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ നിർത്താം. ദൈവത്തിൻ്റെ അടുക്കൽ യേശു ക്രിസ്തു എവിടെ ഉണ്ടോ എല്ലാം ചന്തോചിതമായിട്ട് ചെയ്യും. അതൊരു വാഗ്ദത്തമാണ് നമുക്ക്. അപ്പോൾ ഇവിടെ ഒരു പക്ഷപാതക്കാരനായ മനുഷ്യന് യേശു ഉണ്ടെന്ന്, കഫർന്നഹൂമിലുണ്ടെന്ന് അറിഞ്ഞിട്ട് അവിടെയുള്ള ജനങ്ങളെല്ലാം യേശുവിനെ കാണും. പലരും രോഗസൗഖ്യത്തിന് ആവശ്യങ്ങൾ നേടാനാണ് വന്നത്. അതിനാൽ അവിടെ സ്ഥലമില്ല, എല്ലാം നിറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ ഇരിക്കെ ഒരു പക്ഷപാതക്കാരനെ 4 പേര് ചുമന്നുകൊണ്ട് അടുക്കൽ കൊണ്ടുവരും. ഇവിടെയാണ് ഈ 4 പേരിൽ ഒരാൾ മാറിയാൽ സംഗതി ശരിയാകത്തില്ല. ഈ 4 പേര് ഒരുപോലെ തീരും. കട്ടിലുണ്ടോ ഇല്ലെന്ന് വെച്ചാൽ നമുക്കറിഞ്ഞൂടോ. കട്ടിൽ അന്നത്തെ കാലത്ത് കട്ടിലൊന്നും ഇല്ലാതെയും പൊക്കിയെടുക്കാൻ. ഇന്ന് കട്ടിൽ വേണം, സ്ട്രെച്ചർ വേണം, പലതും വേണം. അപ്പോൾ അന്ന് ഈ 4 പേര് എങ്ങനെ പൊക്കി? 4-ൽ ഒരാൾ പറയുക എനിക്ക് വേണ്ട, ഞാനത് അത് നിരുത്സാഹപ്പെടുത്തിയതിന് ബാക്കിയുള്ളവരും മാറിപ്പോയി. ഈ 4 പേർക്കും എങ്ങനെ ഐക്യതയുടെ ആത്മാവ് ഉണ്ടായി? എന്തുകൊണ്ട് ഈ 4 പേര് ഈ തളർവാദിയെ രക്ഷിക്കാൻ ശ്രമിച്ചു? ഈ മനുഷ്യൻ അവരുടെ കൂട്ടുകാരനായിരുന്നോ? പണ്ട് കാലത്ത് നന്മ ചെയ്തവനായി ഒന്നും വേദപുസ്തകത്തിൽ എഴുതിയിട്ടില്ല. ഈ 4 പേരുടെ നന്മയാണ് പറഞ്ഞത്. 4 പേർ ഒരുമനപ്പെട്ട് ചിന്തിച്ചിട്ട് ഈ തളർവാദി. ഇതാണ് നമ്മളും ചെയ്യേണ്ടത്. നമ്മുടെ ചുറ്റുപാടും പല ഭവനങ്ങളിൽ തളർന്നു കിടക്കുന്നവരുണ്ട്, വേദനിക്കുന്നുണ്ട്, കഷ്ടപ്പെടും. ഈ നമ്മളും കൂടെ ചെല്ലുമ്പോൾ അവർക്കൊരു ശക്തിയാണ്, ഒരു ബലമാണ്. ആ ബലത്തിൽ അവർ പിന്നെ യേശുവിൻ്റെ അടുക്കിലോട്ട് ചെന്നോളും. അവർ നമ്മൾ ചെയ്യുന്നത് പുറകിൽ നിന്നാൽ മതി. ഈ 4 പേര് വന്നപ്പോൾ, ഇവരെ കൊണ്ടുവന്നപ്പം ഇതിനകത്ത് ഒരു തരത്തിൽ കയറാൻ വയ്യ, അതുപോലെ ആളാണ്. പിന്നെ എൻ്റെ ആവശ്യമുള്ളപ്പം ഞാൻ വേറൊരാൾക്കിപ്പം വഴി തുറന്നു കൊടുക്കുന്ന പരിപാടിയില്ല. മനുഷ്യരെല്ലാവരും അങ്ങനെയാണ്. നമ്മൾ ഈ വിവാഹത്തിന് കണ്ടിട്ടുണ്ടോ? വിവാഹത്തിനൊരു ഈ വിവാഹം കഴിഞ്ഞിട്ടില്ല ഈ ഭക്ഷണം കൊടുക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, അവർ ഈ വലിയ ഹോളിലോട്ട് നമ്മളെ കൊണ്ട് ഇരുത്തുന്ന ഒരു പരിപാടി. അതിന് മുൻപിലത്തെ തള്ള്, എന്തിനാണോ ഇത് അടച്ചിടുന്നത്? ഒരു ഭക്ഷണം കഴിക്കാനാണെന്ന് പറയുന്നു. ഈ വെയിലും കൊണ്ട് ആളുകളെല്ലാം പുറത്ത് നിന്നിട്ട് ഒരു വാതിൽ തുറക്കുമ്പം എത്ര പേരാണ് അതിനകത്ത് ഞെക്കി തള്ളി കയറുന്ന ഗതികേട് വരുന്നത്. ഈ ഒരു സിസ്റ്റം നിൽക്കണ്ടേ? ഇറ്റ്സ് നോട്ട് റൈറ്റ്. എല്ലാ മാന്യമായിട്ടുള്ള ആളുകളെ വിവാഹത്തിന് വിളിക്കുന്നത്, അങ്ങനെയുള്ളവരെ വിളിക്കേ. അല്ല ബാക്കിയുള്ളവരെ വിളിക്കുന്നെങ്കിൽ അവർക്ക് വേറെ സിസ്റ്റം ഉണ്ടാക്കി കൊടുക്കേ. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നെങ്കിൽ. എല്ലാവരും മാന്യരാണ്, ചിലർക്ക് പെരുമാറാൻ അറിയത്തില്ലെന്നാണല്ലോ കംപ്ലൈൻറ്റ്. ആണെങ്കിൽ ഒരു ബുഫേ സിസ്റ്റം വേറൊരു സ്ഥലത്ത് ഒരുക്കി വെക്കേ. ബട്ട് ഈ ഒരു ഗേറ്റ് തുറക്കുന്നിടത്ത് ആളുകൾ കയറാൻ വയ്യാത്ത പോലെ അല്ലെങ്കിൽ ഒരു കാർഡ് കൊടുക്കണം. വരുന്നവർ ഇൻവിറ്റേഷൻ കാർഡുള്ളവർ അകത്ത് കാർഡുകൾ ഇട്ടിട്ട് അകത്ത് കയറി ഇരിക്കേണ്ടവർക്ക് പ്രത്യേക പ്രിഫറൻസ് ഉള്ളതായിട്ട് കാണിച്ചു കൊടുക്കുക. ലെറ്റ് ദം സിറ്റ് ഇൻസൈഡ്. ഈ ഒരു വലിയ തള്ളു മാറ്റാൻ എന്തെല്ലാം തരത്തിൽ ഇത് മാറ്റാൻ സാധിക്കും? വരുന്നവരെ കൂടെ മാനിക്കാൻ ഒരു ചുമതല നമുക്കുണ്ട്. അതേത് ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യം 2 വിഭാഗത്തിന് പോയി. ഒരു വിഭാഗം പിന്നെ വിജയ കൺവെൻഷൻ. അവിടെ നല്ല സ്പേസ് ഉണ്ട്, എവിടെ വേണേലും നമുക്ക് ഇരിക്കുക, മാറി ഭക്ഷണം കഴിക്കാൻ, മാറി എവിടെയെങ്കിലും ഒന്ന് ഇരിക്കാമല്ലോ. വേറെടുത്ത് പോയി സാധാരണ കല്യാണം, അവിടെ തള്ളാണ്, നമുക്ക് കയറാനൊക്കത്തില്ല. ആദ്യം കയറിയില്ല, പിന്നെ പിന്നത്തെ 2ാമത്തെ ഏരിന് വേണ്ടി നിൽക്കണം. അതുകൊണ്ട് പലരും ഭക്ഷണത്തിന് വേണ്ടിയല്ല, പിന്നെയും ഒത്തിരി നേരം നിൽക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ തള്ളുന്നത്. ഈ സിസ്റ്റം ഒന്ന് മാറ്റിയെടുക്കരുതേ, എടുക്കണം. അത്രയും പേര് വന്നാൽ ഇത്രയും ആളുകളെ വിളിച്ചാലേ കല്യാണം നടത്തത്തുള്ളൂ. അല്ലെ 2 സമയമാക്കണം. എന്തെങ്കിലുമൊക്കെ ചെയ്തത് വൃത്തിയാക്കി എടുക്കാൻ തീർത്തും നമുക്ക് സാധിക്കും. പോട്ടെ, അത് എൻ്റെ ഒരു ഒബ്സർവേഷൻ ഞാൻ എൻ്റെ ഇടയ്ക്ക് പറഞ്ഞു. പുറകോട്ട് നമ്മൾ വരികയാണ്. പക്ഷപാതക്കാർ 4 പേര് ഈ മനുഷ്യനെ വിളിച്ചുകൊണ്ട് വരുമ്പോൾ ഒരു കണക്കിനകത്ത് കയറാനൊക്കത്തില്ല. ബിക്കോസ് മറ്റുള്ളവർ കയറ്റത്തില്ല. അതുകൊണ്ട് തന്നെ അത് തന്നെ സംഭവം. സോ വാട്ട് ദേ ഡിഡ്, അവരുടെ ആ തീഷ്ണത, അവർ മുകളിലോട്ട് കയറിയിട്ട് വലിയ പറയുന്ന കോൺക്രീറ്റ് ഒന്നും അല്ല, പറിച്ചു മാറ്റാമെന്ന്. പണ്ട് വീടുകളിലൊക്കെ ഓലയിട്ടോ അല്ലെങ്കിൽ വലിയ തടി വെച്ചിട്ടോ തടി മാറ്റാവുന്ന ഒരു വിധത്തിലാണ്, അല്ലാതെ കോൺക്രീറ്റ് പൊളിച്ചു അങ്ങനെയൊന്നും സംഭവം നടന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ അവിടെയൊക്കെ പോയി കണ്ടിട്ടുള്ള വീടുകളെല്ലാം അന്നത്തെ അത് ചെറിയ വീടുകളാണ്. ഞാൻ ഈജിപ്തിൽ ചെന്നപ്പോഴും യേശു താമസിച്ച വീട് ചെറിയൊരു സ്ഥലം, അല്ല വലിയ നമ്മളീ കാണുന്ന പോലെയുള്ള കോൺക്രീറ്റ് ഒന്നും അല്ലെന്ന്. അപ്പോൾ അത് പൊളിച്ചു മാറ്റിയപ്പോൾ അതിലൂടെ ഈ മനുഷ്യനെ ഇറക്കുകയാണ്. ഈ 4 പേരുടെ ഏക ചിന്തയാണ്. ആളുകൾ എന്ത് പറയാൻ, ആളുകൾ ചീത്ത പറയും, ഓണറിന് ഇഷ്ടപ്പെടുന്നില്ല, അതൊന്നും അവർക്ക് പ്രശ്നമല്ല. ഈ 4 പേര് ഒരേ ചിന്തയിൽ പ്രവർത്തിച്ചു. അങ്ങനെ പ്രവർത്തിക്കാൻ നമുക്ക് ഒക്കുമോ? നമ്മുടെ കൂടെ നമ്മൾ പറയുന്നത് പോലെ അതിനൊരു വേറൊരു ചിന്തയില്ലാതെ ഞാനത് ചെയ്തെടുക്കുമെന്ന് പറയുന്ന എത്ര പേരുണ്ട്? പറഞ്ഞു എൻ്റെ ഭർത്താവ് ഇത് പറഞ്ഞു, ഞാനത് ചെയ്തിരിക്കും, അല്ല എൻ്റെ ഭാര്യ അതുണ്ട്,
ഞാൻ അവർ പറഞ്ഞ പോലെ ചെയ്യും. എൻ്റെ അപ്പനും അമ്മയും അതാ നിർദ്ദേശം, ഞാനതിൽ നിന്ന് മാറത്തില്ല. അങ്ങനെ ഒരു തീരുമാനം എത്ര പേർക്കുണ്ട്? ഈ ഐക്യത. വീട്ടിൽ ഭവനങ്ങളിൽ സ്നേഹം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? അപ്പനും അമ്മയും ആ മക്കളെ ഒരുപോലെ സ്നേഹിക്കുന്നത് കാണുക. അവരെല്ലാം വികടത ബുദ്ധിയുണ്ടെങ്കിലും പ്രാർത്ഥിച്ചു മാറ്റുകയല്ല, നമുക്ക് അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. ബട്ട് വി ക്യാൻ ഡു ഇറ്റ്. അങ്ങനെ അമ്മമാർ നിൽക്കുന്നിടത്തോളം കാലം മക്കളിൽ ഐക്യത ഞാൻ കാണുന്നുണ്ട്. അമ്മ മരിക്കട്ടെ എന്നതാണെന്നറിയത്തില്ല, പെട്ടെന്ന് ഈ കുടുംബങ്ങളിൽ സ്നേഹം കാണിച്ചവരുടെ എല്ലാം സ്നേഹം മാറിപ്പോകുന്നു. ഐ ഹാവ് നോട്ട് അണ്ടർസ്റ്റുഡ് ദ ട്രൂത്ത് അബൌട്ട് ഇറ്റ്. വളരെ സങ്കടമാണ്, പ്രത്യേകിച്ച് വിശ്വാസികളുടെ ഇടയ്ക്ക്. അമ്മ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ സഹോദരി സഹോദരന്മാർ വിഭജിക്കുന്നതാണ്, മാറിപ്പോകുക. ഇതൊക്കെ എല്ലാ ഭവനങ്ങളിലും നടക്കുന്നു. നമുക്ക് ഈ ഐക്യതയുടെ ആത്മാവില്ലാത്തതിനാൽ ഇറ്റ് അഫക്ട്സ് ഇൻഡയറക്റ്റ്ലി നമ്മളെ തന്നെ, നമ്മുടെ തന്നെ കുടുംബത്തിൻ്റെ ഐശ്വര്യമാണ് മാറുന്നത്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ അനുഗ്രഹമാണ് മാറിപ്പോകുന്നത്, നമ്മുടെ ജീവിതത്തിലെ സന്തോഷമാണ് മാറുന്നത്. അത് നമ്മൾ ചിന്തിക്കുന്നില്ലല്ലോ. ഈ വാശിയും വൈരാഗ്യമൊക്കെ എടുത്ത് മാറ്റി വെച്ച് യഥാർത്ഥത്തിൽ ദൈവത്തെ കണ്ടിട്ട് കടന്നു വരുന്ന യേശു പറയുന്നു. അങ്ങനെയുള്ള നല്ല സ്നേഹഹൃദയം നമുക്ക് ഉണ്ടാക്കി തരട്ടെ. ഐക്യതയെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവർത്തനമാണ്, യൂണിറ്റി. അത് സ്നേഹം കൊണ്ട് മാത്രമാണ് വരുന്നത്. അങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കും? കർത്താവ് എന്താ ചെയ്തതെന്ന് ഇവിടെ എഴുതിയിരിക്കുന്നു. മകനെ, നിൻ്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു. എന്തൊരു നല്ല വാക്യമല്ലേ. പാപമുള്ളത് കൊണ്ടാണ് അപ്പം രോഗം വന്നതെന്ന് ഒരു റീസൺ ഇവിടെ പറയാം. മകനെ, നിൻ്റെ പാപം മോചിച്ചു എന്ന് പറഞ്ഞു. ഉടനെ തന്നെ എന്ത് അവിടെ ചിന്ത ഡിഫറൻ്റ് ഉണ്ടായി. കാരണം അവരഴുക്ക് ചിന്തിക്കുന്നു. ഇവനാരാണ് പാപം മോചിക്കാൻ? അവരുടെ ചിന്ത യേശു മനസ്സിലാക്കിയിട്ട് പറയുന്നു, പക്ഷപാതം കൊണ്ട് നിൻ്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നെന്ന് പറയുന്നതോ എഴുന്നേറ്റ് കിടക്കെടുത്ത് നടക്കുമെന്ന് പറയുന്ന ഏതാണെന്ന് എളുപ്പം. എന്നിട്ട് യേശു ക്രിസ്തു പറഞ്ഞു, എഴുന്നേറ്റ് നടക്ക്, കിടത്തിയെടുക്കും. ഉടനെ കിടക്കെടുത്ത് നടന്നു. അത്രയൊന്നും എടുക്കുന്നുള്ളൂ. എന്തൊരു മനോഹരമായിട്ട് ഉചിതമായിട്ട് ദൈവം അത് ചെയ്തു കൊടുത്തു. ഇതാണ് ദൈവം. നമ്മൾ കർത്താവിൻ്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ മുൻവിധിയല്ല, ദൈവം എന്നെ സ്നേഹിക്കുന്നു, എൻ്റെ ബലഹീനതകൾ ക്ഷമിക്കുന്നു, ഇന്നലെ അല്ല ഇപ്പം വരെയുള്ള പാപങ്ങളും കർത്താവിൻ്റെ രക്തം കൊണ്ട് കഴുകിയിരിക്കുന്നു, ഇനി ഞാൻ അറിയാതെ വല്ലതും ചെയ്യാൻ പോകുന്നേ പോലും അവൻ ക്ഷമിച്ചു കഴിഞ്ഞു. കാരണം നമ്മുടെ കർത്താവിൻ്റെ രക്തത്തിൻ്റെ ഈ ക്ലെൻസിങ് ഇഫക്റ്റ് പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചറിലല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഡിപ്പെൻഡ്സ് ഓൺ ദി പവർ ഓഫ് ദ ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു വന്ന് ഐക്യതയുടെ ആത്മാവ് ഭവനങ്ങളിൽ ഇട്ടുതരാനും സഭകളിൽ ഇട്ടുതരാനും നമുക്ക് പ്രാർത്ഥിക്കാം. ഭാര്യ ഭർത്താക്കന്മാരിൽ പ്രത്യേകിച്ച് ഇതിൻ്റെയൊക്കെ നടുന്തൂണായിട്ട് യേശു തന്നെ നിൽക്കണം. പ്രാർത്ഥിക്കാം. നാഥ, വളരെ ദുഃഖമായിട്ട് നിനക്ക് ആത്മാവ് പറയുന്നു, എൻ്റെ സ്നേഹം എന്തുകൊണ്ട് നിങ്ങളിലേക്ക് പകരുന്നില്ല? എൻ്റെ സ്നേഹം ഉള്ളിടത്ത് ഐക്യതയുണ്ട്. സ്നേഹവും ഐക്യതയും വന്നാലേ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കത്തുള്ളൂ. പരിശുദ്ധാത്മാവ് എവിടെ വരുന്നു അവിടെ സ്നേഹവും ഐക്യതയും വരികയും ചെയ്യും. അപ്പോൾ എവിടെയൊക്കെയോ കുറവുണ്ട്, സമ്മതിക്കുന്നു. ഞങ്ങൾ അതിനുവേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ഭവനങ്ങളിൽ ആർക്കാണ് സ്നേഹം തോന്നാതെ? സ്നേഹം ഇല്ലാഞ്ഞിട്ടല്ല, അവർക്ക് തോന്നുന്നില്ല. നിൻ്റെ സ്നേഹം ഒഴുകുന്നത് അവർക്ക് റിസീവ് ചെയ്യുന്നില്ല. അതിൻ്റെ തടസ്സം നമ്മളിലാണെങ്കിൽ ക്ഷമ ചോദിക്കുന്നു, മുൻ തലമുറകളിലാണെങ്കിൽ അതിന് ക്ഷമ ചോദിക്കുന്നു, അല്ല അവരിലാണെങ്കിൽ അതിനും ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു. എങ്ങനെയെങ്കിലും ഈ പ്രശ്നം പരിഹരിച്ച് സ്നേഹത്തിൻ്റെ ആത്മാവിൻ്റെ നദി ഒഴുകണം. ഇവിടെ സ്നേഹത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ ഐക്യതയാണ്. ഏതൊരു പ്രശ്നവും രണ്ടുപേരൊന്നിച്ച് കിടന്നാൽ അവരുടെ തണുപ്പ് മാറുമെന്ന് പറയുന്നു. രണ്ടുപേരൊന്നിച്ചൊരു യാത്ര ചെയ്താൽ അത് സേഫാണെന്ന് പറയുന്നു. മുപ്പിരിച്ചേരുടെ അറ്റുപോകത്ത് ഇല്ല എന്ന് പറയുന്നു. ഇതൊക്കെ നീ പറയുന്ന ഐക്യതയുടെ ആത്മാവാണ്. ഇതെല്ലാം ക്രിസ്തുവിൽ കൂടെയാണ് ലഭിക്കേണ്ടത്. കർത്താവ് പിതാപുത്ര പരിശുദ്ധാത്മാ ഐക്യമായിട്ട് നിൽക്കുന്നത് പോലെ എപ്പോഴും ഞങ്ങൾ ഈ 3 പേരുടെ പേര് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവും പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവരല്ലേ? അതുപോലെയുള്ള ഐക്യത ഞങ്ങളുടെ ഭവനങ്ങളിൽ ഇട്ടുതരണം. ആ പേരിനെ ഓർത്ത്, ദൈവത്തിൻ്റെ നാമം ഓർത്ത്, നിൻ്റെ മഹത്വത്തിന് വേണ്ടി, നിൻ്റെ തേജസ്സിന് വേണ്ടി, നിൻ്റെ ശക്തിക്ക് വേണ്ടി, ആ പ്രതാപത്തിന് വേണ്ടി ഞങ്ങളിലേക്ക് ഈ പദവികൾ ഇട്ടുതരണം. ഈ സ്നേഹത്തിൻ്റെ ഒഴുക്ക്, ജീവനദി. അങ്ങനെ നമ്മൾ മക്കളെന്നുള്ള പദവിയിലും സ്നേഹത്തിൽ ഐക്യതയുണ്ടെങ്കിൽ അവിടെ കുറവുകളെല്ലാം ക്ഷമിച്ചു എന്നും പറയാനുള്ള കൃപ തരണം. അങ്ങനെയാകുമ്പം പിന്നെ നദി ഒഴുകുമല്ലോ താഴോട്ട്. ഈ നദി താഴോട്ട് ഒഴുകട്ടെ, ഈ അഭിഷേകം താഴോട്ട് ഒഴുകട്ടെ. അത് സഹോദരന്മാർ ഒത്തൊരുമിച്ച് കഴിയുന്ന എത്ര ശുഭം. അത് അഹറോൻ്റെ താടിയിൽ കൂടി ഒഴുകുന്ന ഈ അഭിഷേക തൈലം താഴോട്ട് പോയിട്ട് അതിൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പുകളിലേക്ക് പോയിട്ട് താഴോട്ട് ഒഴുകി വീഴട്ടെ അപ്പച്ച. കുടുംബങ്ങളിൽ അത് പകരട്ടെ അപ്പച്ച. ഇത് മുകളിൽ നിന്ന് താഴോട്ട് വരണ്ട. ഞങ്ങൾ വിചാരിച്ചൊക്കത്തില്ല. ദൈവം അത് ചെയ്ത് തന്നേ പറ്റൂ.
അങ്ങനെ ചെയ്തു തരുന്നതിന് സ്തോത്രം. കുടുംബങ്ങളിൽ സമാധാനമുണ്ട്, ഐക്യതയുടെ ആത്മാവ്, വിട്ടുവീഴ്ച മനോഭാവം, ക്ഷമിക്കാനുള്ള ഹൃദയം, സ്നേഹത്തിൻ്റെ ആത്മാവ് ഇട്ടു തന്നാട്ട്. പ്രാർത്ഥനയായിട്ട് ഞങ്ങളെ അനുഗ്രഹിച്ചതിന് നന്ദി. യേശുക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.